മുഹമ്മദിയത്തിന് നിന്നല്ലാതെ ഓർവുണ്ടാവില്ല. അവിടെയാണ് ഈമാൻ. ഞാൻ പറഞ്ഞ നിങ്ങൾ ചിന്തിച്ചില്ല. മുഹമ്മദിയത്തിനെ ഖുർആൻ ആക്ഷേപിച്ചിട്ടില്ല, നിസ്കാരക്കാരെ ആക്ഷേപിച്ചു. നിസ്കാരക്കാരല്ലേ, നിസ്കാരക്കാർക്ക് നിസ്കാരം കൊണ്ടല്ലേ നരകത്ത് പോകേണ്ടിയെന്ന്. എന്തേ? ആ നിസ്കാരത്തിന് മുമ്പ് അവർക്കുണ്ടാകേണ്ടത് അവർ സ്വീകരിച്ചില്ല. അപ്പൊ അമലുകളിൽ അങ്ങനെ വ്യാപരിച്ച് നടക്കണ്ട, ഇതൊന്നും ഖൈറില്ല. അതേ സമയത്തൊരു മനുഷ്യൻ ആയുസിന്റെ ഓരോ ഘട്ടത്തിലും ഇൻസിത്ത ഫഹുവ ഖൈറുൻ ലക്, ഇൻസിത്ത ഫഹുവ ഖൈറുൻ ലക് എന്ന് പുണ്യ റസൂൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ എൻ്റെ പകുതി സമയവും സ്വലാത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ നബി പറയണ്ടേ, എന്താ അതൊക്കെ വേറെ ചേരൂലേ, എനിക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട് എന്നല്ലേ പറയേണ്ടത്. അവിടെയും പറഞ്ഞു ഇൻസിത്ത ഫഹുവ ഖൈറുൻ ലക്, കുറച്ചുകൂടി കൂട്ടിയതാണല്ലേ. അമല് ചെയ്യുന്ന ആളുകളെ പിരിച്ചുവിട്ട സംഭവം എത്രയുണ്ട്. മഖ്സദി ഫറഖ്തു ജംഅൻ ലില്ലബാതിൽ ജാമിഅ ലിഅശ്താതി അശ്വാഖിൻ ബിഖൽബിൻ മുഅബ്ബദി ബിഹുബ്ബി റസൂലില്ലാഹി ത്വാഹ മുഹമ്മദി ഹബീബി ഇലാഹിൽ ആലമീനൽ മുമജ്ജദി ഹബീബുൻ ഖലീലുൻ തമ്മ മഅനൻ വസൂറതൻ ووصفا وذاتنا خير مأوى ومرصد تكامل فيه الحسن غيبا ومشهدا فليس كطه المصطفى عند مشهدي وأثنى عليه ربنا بكلامه فعيا بليغ دونه يد مسندي ويكفيه مدحا ذاته وصفاته محمد فعل الحمد من حمد أحمد عليه وآل الصدق على صلاته كذا من برأ الشوق نحو محمد. ഖലാലി എനിക്ക് വിധിച്ചു, ഖാദിൽ ഹബ്ബി പ്രേമത്തെ വിധിക്കുന്നവൻ. ഖലാലി എനിക്ക് വിധിച്ചു, ഖാദിൽ ഹബ്ബി പ്രേമത്തെ വിധിക്കുന്നവൻ എനിക്ക് വിധിച്ചു. വഹുവ മുബരിസുൻ അവനാണ് മുന്തിച്ചു കൊടുക്കുന്നവൻ. അവനാരാണ്? അവൻ റബ്ബാണ്. ഖൽബിൽ പ്രേമം വിട്ടു തരുന്നവൻ റബ്ബാണ്. ഇതാകട്ടെ അനഭിലഷണീയമായ പ്രേമങ്ങളെ പിശാച് സഹായിക്കുമെങ്കിലും അനിവാര്യമായ പ്രേമത്തെ അല്ലാഹുവല്ലാതെ വിധിക്കുകയുമില്ല, സഹായിക്കുകയുമില്ല. ഖലാലിയ എനിക്ക് വിധിച്ചു, ഖാദിൽ ഹബ്ബി പ്രേമത്തെ വിധിക്കുന്നവൻ അല്ലാഹു. വഹുവ അവനാണ് മുബരിസുൻ ഏതൊരാളെയും മുന്തിച്ചു വെക്കുന്നവനും അവൻ തന്നെ. എന്താണ് വിധിച്ചത്? ബി അന്നിൽ മുജല്ലി ഞാൻ തന്നെയാണ് മുന്തിക്കപ്പെട്ടവൻ, ഞാൻ തന്നെയാണ് നബിയോടുള്ള പ്രേമത്തിൽ വെളിവാക്കപ്പെട്ടവൻ. എന്തിൽ ഏറ്റവും മുന്തിക്കപ്പെട്ടവൻ, വെളിവാക്കപ്പെട്ടവൻ? ഫി മഹബ്ബത്തി അഹ്മദി അഹ്മദിനോടുള്ള പ്രേമത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ മറികടക്കാൻ ഈ ലോകത്ത് ഇന്നൊരാൾക്കും കഴിയൂല എന്ന് സാരം. ഇതിന് സമാനമായ വാക്കുകളൊക്കെ നേരത്തെയും കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നെപ്പോലെ നബിയെ പ്രേമിക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്നുള്ള വാക്കൊക്കെ അതൊക്കെ അവരുടെ ഉള്ളിൽ അറിയുന്നതാണ്. നമ്മൾക്കതൊരു വാക്കായി തോന്നും, പക്ഷെ അത് അങ്ങനെയല്ല. അത് അവർക്ക് ഭയങ്കര അവർക്കറിയാം ഇന്നിപ്പോൾ റസൂലുള്ളാഹിനെ പ്രേമിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് അല്ല എന്ന് അവർക്കറിയും. അപ്പോൾ അവർക്ക് പറയാൻ കഴിയും എൻ്റെ മേലൊരാളില്ല, പ്രേമത്തിൽ എൻ്റെ മേലൊരാളില്ല. മുസ്തഫ നബിയോടുള്ള പ്രേമത്തിൽ എൻ്റെ മേലൊരാളില്ല, ഇന്ന് അങ്ങനെ ഒരാളില്ല എന്ന് അവർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. 8ാമത്തെ പേജിൽ സെക്കൻഡ് ലാസ്റ്റ് വരിയിൽ ഫമൻ റാമദർകി ഫിഷ്തിയാഖി നബീന ഖദ് റാമ അംറൻ മുസ്തഹലൻ മുഹറമ കമൻ റാമ മസ്കൽ ബദ്രി യൗമൻ ബിഅസ്ബുഇ വമൻ റാമ ഉദൽ അംസി യൗമൻ വഅയ്വമാ. ഫമൻ ഏതൊരാൾ റാമ ഉദ്ദേശിച്ചു ദർക്കി എത്തിച്ചേരണമെന്ന്, ഞാൻ എത്തിയോടത്തെത്തുക,
ഫിഷ്തിയാക്ക് നബീന, നമ്മുടെ നബിയെ പ്രേമിക്കുന്ന കാര്യത്തിൽ ഞാൻ എത്തിയെടുത്ത് എത്തണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഫഖദ് റാമ, അവൻ ആഗ്രഹിച്ചത് അമ്രൻ മുസ്തഹാലൻ, അസംഭവ്യമായ ഒരു കാര്യത്തെയാണ്. മുഹറം, ഹറാമാക്കപ്പെട്ട, ഞാനല്ലാത്ത ആൾക്കത് ഹറാമാണ്. അവൾ ഇന്നെപ്പോലെ ഒരാക്കാൻ ഇന്ന് കഴിയില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? അത് നബീന്ന് അവർക്ക് വാക്കുണ്ടാവും. നബി അവരോട് പറഞ്ഞു, ഇന്ന് ലോകത്ത് എന്നെ ഏറ്റവും പ്രേമിക്കുന്ന ഒരാൾ, നീ മരിക്കുന്നവരെയും നിന്റെ മേലൊരാൾ ലോകത്ത് എന്നെ പ്രേമിക്കാൻ ഉണ്ടാവൂല എന്ന് നബി നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് ചില സന്ദർഭത്തിൽ അവരിൽ നിന്ന് വെളിവാവും. അതാണ് പറഞ്ഞത്. ഫമൻ, ഏതൊരാൾ റാമ ഉദ്ദേശിച്ചു ദിർക്കി, ഞാൻ എത്തിയെടുത്തെത്തുക, ഫിഷ്ടിയാക്ക നബീന, നമ്മുടെ നബിയെ പ്രേമിക്കുന്ന കാര്യത്തിൽ ഞാൻ എത്തിയെടുത്തെത്തണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഫഖദ് റാമ, അവൻ ഉദ്ദേശിച്ചത് അമ്രൻ മുസ്തഹാലൻ, ഒരു ഹറാമായ കാര്യം, ഒരു അസംഭവ്യമായ കാര്യത്തെയാണ്. മുഹറമൻ, ഹറാമാക്കപ്പെട്ട. ഞാനല്ലാത്തൊരാക്കത് ഹറാമാണ് ഇന്ന്, ഞാൻ എത്തിയെടുത്തെത്താൻ കഴിയില്ല. കമൻ, അവൻ ഒരാളെ പോലെയാണ്, റാമ ഉദ്ദേശിച്ച ഒരാളെ പോലെയാണ്, മസ്കൽ ബദരി, പൂർണ്ണചന്ദ്രനെ പിടിക്കാൻ യോമൻ, ഒരു ദിവസം ബി അസ്ബഇൻ, അവൻ്റെ വിരലുകൾ കൊണ്ട്, അവൻ്റെ വിരൽ കൊണ്ട് ഭൂമിയിൽ നിന്ന് ഇന്ന് വിരൽ നീട്ടിയിട്ട് അവൻ പൂർണ്ണചന്ദ്രനെ പിടിച്ചു വെക്കണ ഒരാൾ ഉദ്ദേശിച്ചോ, അതുപോലെയാണത്. അത് നടക്കാത്ത കാര്യമാണ്. ഒമൻ, അവൻ വേറൊരാളെ പോലെയുമാണ്, റാമ ഉദ്ദേശിച്ചു ഔദൽ അംസി, ഇന്നലെയെ തിരിച്ചു കൊണ്ടുവരാൻ, യോമൻ, ഇന്നലത്തെ ദിവസത്തെ, ഐവമൻ, അല്ലെങ്കിൽ അതുപോലെ മറ്റു ദിവസങ്ങളെയും, കഴിഞ്ഞു പോയ ദിവസങ്ങളെ മടക്കി കൊണ്ടുവരാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ നടക്കുമോ? ഇല്ല. എന്നതുപോലെയാണ് ഞാൻ എത്തിയോടത്തെത്തണമെന്ന് വിചാരിച്ചാൽ നടക്കൂല. അത് കവി പറയുന്നത് നമുക്കതൊരു അഹങ്കാരമായി തോന്നും, പക്ഷെ അത് അഹങ്കാരമല്ല. ചില സമയത്ത് അവർക്ക് വെളിവാക്കി പറയേണ്ടി വരും. ഓ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. പിന്നെ സത്യമാണ് ആയിരിക്കും. ഹബീബാ നബി പറഞ്ഞിട്ടുണ്ടാവും, എന്നെപ്പോലെ ഒരാൾ ഇന്നീ ലോകത്ത് നീ മരിക്കുന്നവർ എന്നെ പ്രേമിക്കൂല. അവർ ജനിക്കുന്നത് 1900-ലാണ്, മരിക്കുന്നത് 1975-ലാണ്. മുസ്തഫ നബി വഫാത്താവുന്നത് 632-ലാണ്. 570-ൽ ജനിച്ചു, 632-ൽ വഫാത്തായി പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവര് 1900-ൽ ജനിച്ചു. അപ്പൊ ഇവരും നബിയും തമ്മിൽ എത്ര കൊല്ലത്തെ വ്യത്യാസമാണ്? 1300-ലേറെ കൊല്ലത്തിന് വ്യത്യാസമാണ്. നബി പറഞ്ഞിട്ടുണ്ടാവും, എന്നെപ്പോലെ ഒരാളില്ല. അതൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളെപ്പോലത്തെ ആളുകൾക്ക് അതൊക്കെ ഇപ്പോൾ ഒരു എന്താ പറഞ്ഞിട്ട് നമുക്കൊന്നും അറിയൂല. അറിവുണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്ക് പോലും ഇന്ന് അറിവില്ല. അറിവുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് പോലും ഇന്ന് അറിവില്ല. അറിവുണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് ഇന്ന് അറിവില്ല. അറിവില്ലാത്ത നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അറിവൊക്കെ നഷ്ടപ്പെട്ടു പോയി. മനുഷ്യന്മാർ അനാവശ്യമായി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അറിവില്ലാത്തതുകൊണ്ടാണ്. അറിവ് നഷ്ടപ്പെട്ടു പോയതാണ്, അറിവില്ല. പിന്നെ പണ്ഡിതന്മാർ, ഈ കാലഘട്ടത്തിൻ്റെ ജനങ്ങൾക്കനുസരിച്ചുള്ള പണ്ഡിതന്മാരെന്ന് മനസ്സിലാക്കിയാൽ മതി. യഥാർത്ഥ ജ്ഞാനമൊന്നും അവരെ കയ്യിലുണ്ടായിക്കോണമെന്നില്ല. ഉണ്ടായിക്കോണമെന്നില്ല എന്നല്ല, ഉണ്ടാകൂല. പിന്നെ ഉള്ളവരുണ്ടാവൂലേ? ഉണ്ടാവും. അത് ഈ കാണുന്നവരൊന്നുമല്ല. അവരെ നമ്മൾ ആയുസ്സിൽ പരിചയപ്പെട്ടോളണം എന്നുമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നിഅമത്ത് കൊടുത്ത വ്യക്തികളാണ് ഈ വ്യക്തികളൊക്കെ. അവർ നബിയോട് സംസാരിക്കാതെ ഒരു കാര്യം ചെയ്യൂല, നബിയോട് പറയും. നബിയോട് പറയാത്തൊരു കാര്യം അവർ ചെയ്യൂല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു എന്നാ തോന്നാ, കലിമത്തു ഷഹാദയിലെ ഒരാൾക്ക് ജീവനുണ്ടെങ്കിൽ മറ്റയാൾക്ക് ജീവൻ ഉണ്ടാകും. അല്ലെങ്കിൽ കലിമ പകുതി മരിച്ചു എന്ന് പറയേണ്ടി വരും. കഴിച്ച നിങ്ങളോട് റബീഉൽ മുഹമ്മദിയയിലെ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2ാമത്തെ ക്ലാസ്. കലിമ പകുതി മരിച്ചു എന്ന് പറയേണ്ടി വരും. മുഹമ്മദ് നബി മരിക്കാൻ പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ത്യക്കാലാണ്, മരിക്കാൻ പാടില്ല. മരിച്ചാൽ നമ്മൾ മരിച്ച പ്രശ്നമല്ല, നമ്മൾ മരിച്ചാൽ മരിച്ചോട്ടെ, നബി മരിക്കാൻ പറ്റില്ല. നബി എന്ന് പറഞ്ഞാൽ ഹയാത്തുള്ള ഒരു കലിമയുടെ മിസ്ദാഖാണ്, അതിൻ്റെ ഒരു യാഥാർത്ഥ്യം കാണിക്കലാണ്. അതിന് പകരം ഒരാളില്ലതാണ്. അപ്പോൾ ആ ആൾ മരിക്കാൻ പാടില്ല. ആ ആളുടെ തസറുഫാത്തുകൾ ഇന്നും ലോകത്ത് നടക്കണം. ആ ആൾ വിചാരിച്ചതായിരിക്കും, ആ ആളോട് നമുക്ക് നേരിട്ട് പറയാൻ പറ്റണം. അല്ലെങ്കിൽ ജീവനില്ലാത്ത പകുതി കലിമ മരിച്ചു എന്ന് പറയേണ്ടി വരും. വഹാബികൾക്ക് അന്തമില്ല. കാരണം
ഹയ്യുല്ലായ മൂത്താണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആൾ എങ്ങനെ ഹയ്യാകുക, മൗത്താകുക? ആ ആൾ ഇവിടെ അംബാസഡറായി ഏൽപ്പിച്ചതാണ്. അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് സഫീറാണ്. സഫീർ അംബാസഡറാണ് ഈ വ്യക്തി. മുഹമ്മദ് എന്നൊരാൾ മരിക്കാൻ പാടില്ല. ഇന്ത്യക്കാലുണ്ടാകാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ പാടില്ല. മരിച്ചു എന്ന് പറഞ്ഞത് ഇന്ത്യക്കാലാണ്. ഇന്ത്യക്കാൽ പറഞ്ഞാൽ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി. അങ്ങനെയാണ്. നമ്മളെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ജീവിക്കും, ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു സുഖവാസ കേന്ദ്രത്തിലും പ്രധാനമന്ത്രിക്ക് ജീവിക്കാമല്ലോ. ഈ 2 ആഴ്ച ചൈനയിൽ പോയി ജീവിച്ചു, അവർ ഇന്ത്യക്കാലാണ്, തൽക്കാലം ചൈനയിലാണ്, ജപ്പാനിലാണ് പ്രധാനമന്ത്രി, അങ്ങനെ ആവാലോ. അതേ സമയത്ത് ജപ്പാനിൽ പ്രധാനമന്ത്രി ജപ്പാനിലാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി. ആളെവിടെ? മദീനയിലല്ലേ? ഇവിടെ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞില്ല. നബിനെ പറയാൻ നല്ലത് എന്താ? യാ അല്ലാഹ് അസ്സലാമു അലാ മുഹമ്മദിൻ വഹുവ ബിൽ മദീന. മദീനയിൽ എൻ്റെ റസൂലുള്ളാഹിക്ക് സലാം എത്തിച്ചു കൊടുക്കണേ പഠിച്ചോനെ, ഇപ്പോഴും ജീവിച്ച് നബിയല്ലേ മരിച്ചിട്ടുള്ളൂ, അങ്ങനെയല്ലേ പറയണ്ടത്. അസ്സലാമു അലൈക അയ്യുഹൻ നബി, നബിയെ അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. അവിടെ പിന്നെ പണിക്കാർ സാധനം ഇറക്കുന്നുണ്ട്. നമ്മളെ പന്തലിൻ്റെ പന്തലിൻ്റെ പണിക്ക് വന്നത് അല്ല, അല്ലെങ്കിൽ ഇതിന് വന്നതായിരിക്കാം, എന്താ ഇതിൻ്റെ റോഡിൻ്റെ പണി വന്നതായിരിക്കാം. അവിടെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. അത്ര ദൂരത്തുള്ള ഒരാളോട് അസ്സലാമു അലൈക്കും അറിയാൻ പറ്റില്ല. ഇപ്പം സൈനു പണിക്കാരോട് വർത്താനം പറയണം, ഓനോട് ഇപ്പോൾ അസ്സലാമു അലൈഹി എന്ന് അറിയാൻ പറ്റുള്ളൂ, അസ്സലാമു അലൈക്കും അറിയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ദൂരത്ത് അവനില്ല. അപ്പോൾ സൈനുദ്ദീനോട് അസ്സലാമു അലൈഹി, സൈനുദ്ദീനെ അള്ളാഹു സലാം ഉണ്ടാട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും എന്ന് പറയുകയാണെങ്കിൽ ഓ ഇവിടെ 2-3 റോൻ്റെ ഉള്ളിൽ ഇരിക്കും. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയായിട്ടുള്ളവർ അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. അപ്പം ഈ മനുഷ്യൻ ഇവിടെ നമ്മളെ തൊട്ട് മുന്നിൽ ജീവനോടുകൂടെ ഉണ്ട്. ബോധം കെട്ട് കിടക്കുകയാണെങ്കിൽ പറയാൻ പറ്റില്ല. ബോധം കെട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിലും നമ്മൾ ആശുപത്രിയിൽ പോയി പറഞ്ഞാൽ സിസ്റ്റർ നമ്മളെ കളിയാക്കും. ബോധം കെട്ടൊരു മനുഷ്യനോട് ഇപ്പോൾ സലാം പറഞ്ഞിട്ട്. അപ്പം ഇതാണ് സുന്നി വിശ്വാസം, പണ്ടത്തെ സുന്നി. ഇപ്പം അതൊക്കെ ഒരു ഏർപ്പാടാണ്. ഇപ്പം അസ്സലാമു അലൈക്കും അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ പണ്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ പറയാണ്, അല്ലാതെ നബി നമ്മളെ മുന്നിലുണ്ട് എന്നൊന്നും പുതിയ മൂല്യമാർക്ക് വിശ്വാസമില്ല. വലിയ ശതമാനം മൂല്യന്മാർ വഹാബിയായി കഴിഞ്ഞു. ഖൽബിൻ്റെ ഉള്ളിൽ വഹാബിയാണ്. അതിന് കാരണം വഹാബിയത്തിൻ്റെ ഗലബത്തിനെ തടയാൻ പുതിയ പ്രബോധകർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് നേരം കഴിക്കാനല്ലാതെ ഉമ്മത്തിന് ഈമാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പണിയിൽ ഏർപ്പെടാൻ ഇപ്പോൾ പണ്ഡിതന്മാർക്ക് കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് ജനം ഇങ്ങനെ നശിച്ചു പോയത്. അവരെ കീഴിലുള്ളവർ നശിച്ചു, അവർക്കും വിശ്വാസമില്ലാതെയായി. അവരെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. എന്നാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂടെയാണ്. നബി വഫാത്താവൂല. നബി വഫാത്താവുക എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാലാണ്, അതിനപ്പുറത്തേക്ക് പോവില്ല. കാരണം ലോകാവസാനം വരെയുള്ള ജനങ്ങളുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് ഇവരോട് പറയേണ്ടതും ഇവരിന്ന് അള്ളാഹുവിനോട് പറയേണ്ടതും ആരാണ്? നബിയല്ലേ. നബി അങ്ങനെ മരിക്കാൻ പറ്റുമോ? ഇന്ത്യക്കാല്. പക്ഷെ ആ ഇന്ത്യക്കാലത്ത് തന്നെ ഹുളൂർ ഉണ്ടായിരിക്കും. നമ്മുടെ തൊട്ട് മുന്നിൽ നബി ഉണ്ട്. നിങ്ങൾ 5 വഖത്തിൽ പറയുന്നില്ലേ കുട്ടി? പിന്നെ സുന്നത്തിലൊക്കെ പറയുന്നില്ലേ കുട്ടി? എന്ത്? അസ്സലാമു അലൈക അയ്യോ നബി, നബി ആയിട്ടുള്ളവരെ അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകുകയാണെങ്കിൽ നബി തൊട്ട് മുന്നിൽ വന്നേ. അപ്പൊ അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവും, എന്ത്? പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട, എൻ്റെ കാര്യം ഞാൻ ഏറ്റു, നിന്നെ പോലെ വേറെ ഒരാളിന് നീ മരിക്കുന്നത് വരെ ഉണ്ടാവൂല. അങ്ങനത്തെ എത്രയോ ആളുകളോട് നബി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മദീനയിലേക്ക് സിയാറത്തിന് പോയി. മദീനയിൽ സിയാറത്തിന് രാത്രിയായി അവിടെ എത്തിയപ്പോൾ അപ്പോൾ മദീനയുടെ പള്ളിക്ക് പരിസരത്തൊക്കെയുള്ള ഭക്ഷണം വില കൊടുത്താൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. പണ്ടേ ഉണ്ട്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളൊരു സംഭവമാണിത്. ഈ മനുഷ്യൻ സിയാറത്തിന് ചെന്ന് മദീനയിൽ ഇറങ്ങി നോക്കുമ്പോൾ മദീനയിൽ ഒരു ഹോട്ടലും ഒരു സത്രവും തുറന്നിട്ടില്ല, ഒക്കെ അടഞ്ഞതാണ്. രാത്രി വളരെ നേരം വൈകി. അങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു?
റൗളയിൽ കയറി സിയാറത്ത് ചെയ്തു. സിയാറത്ത് ചെയ്തിറങ്ങുമ്പോൾ പറഞ്ഞു, നബിയെ അന ലൈഫുക്ക്, ഞങ്ങൾ അതിഥിയാണ് കേട്ടോ, താശയിത്തു, ഞാനൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നോട്ട് കിട്ടിയിട്ടില്ല, കാരണം പള്ളി വെച്ചിട്ട് വയ്യ, ഇവിടെ പരിസരത്ത് ഒന്നും തുറന്നിട്ടുമില്ല, ഞങ്ങൾ അതിഥിയാണ് കേട്ടോ, നിങ്ങൾ അതിഥിയായി വന്ന ഞാൻ ഇന്ന് പട്ടിണി അടക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അയാൾ ഫസ്തനത ഇലാ സാരിയത്തി മിൻ സിവാരിൽ മസ്ജിദി, പള്ളിൻ്റെ ഒരു തൂങ്കാലിലേക്ക് കുറച്ച് നേരം ചാരിയിരുന്നു. ഫഫത്തറ, പിന്നെ അങ്ങനെ തളർച്ച വന്നു, പിന്നെ അങ്ങനെ ഉറങ്ങി. ഫൈദാ ബിയസീനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വാഹിദുൻ ദറബ അലാ ഫഖ്ദൈഹി, ഒരാൾ തൊട്ടക്കിങ്ങനെ അടിക്കുന്നു. അപ്പോൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കിതാബിൽ കണ്ട അലീൻ്റെ ഔസാഫുള്ള ആള് അലി തന്നെ. അപ്പൊ തൊട്ട് മുന്നിൽ റസൂലുള്ള, അത്താക്ക് റസൂല കോം, എനിക്ക് റസൂല വന്നിട്ടുണ്ട് പറഞ്ഞ അലിയാരാണ് തുടക്കടിക്കുന്നത്. പെട്ടെന്ന് എണീറ്റു റസൂല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് നബി വഫാത്തായി, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിന്റെ കയ്യിലൊരു പൊതിയുണ്ട്, ആ പൊതിയോട് കൊടുത്തു. ഞാൻ ശരിയാണ്, നീ എൻ്റെ അതിഥിയാണ്. അപ്പം അതിഥിയായ നിനക്ക് ഭക്ഷണം തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം, ആരെങ്കിലും അതിഥിയല്ല, നീ എൻ്റെ അതിഥിയാണ്. അപ്പം നിനക്ക് ഭക്ഷണം തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്, ശരിയാണ്. ആശാക്ക് നിന്റെ രാത്രി ഭക്ഷണം ഇല്ല, ഒരു റൊട്ടി ഉണ്ട്, ആ റൊട്ടി ഇങ്ങനെ ചുരുത്തി മടക്കിയതാ, ഇത് മതിയാവില്ല ചോദിച്ചു. മതിയാവും എന്നാണ് സന്തോഷമായി. അപ്പൊ സിദ്ദീഖുൽ അക്ബർ, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ട്, അലി ബിൻ അബി താലിബ് ഉണ്ട്. അലിയാണ് അടിച്ച് എണീപ്പിച്ച്. അയാൾ അങ്ങനത്തെ ഒരു ഭംഗിയുള്ള ഒരു പത്തിരി അയാൾ കണ്ടിട്ടില്ല, റൊട്ടി. അതിന്റെ വാസന എന്ന് പറഞ്ഞാൽ അത് അയാളെ വല്ലാതെ രസിപ്പിച്ചു കഴിഞ്ഞു. ഫശഖഹു, അങ്ങനെ ആ ഖുബ്സിനെ അയാൾ കീറി. ഫഅകല നിസ്ഫഹു, ആ ഖുബ്സിന്റെ പകുതിയും അയാൾ തിന്നു. അതിനപ്പുറത്തേക്ക് തിന്നാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അത്രയും നിറഞ്ഞുപോയി, പകുതി എന്ന പോലെ തന്നെ. പിന്നെ അയാൾ പകുതി ചുരുട്ടി മടക്കി വെച്ചു, ഉറങ്ങി. നേരം വെളുത്തപ്പോൾ അവൻ അയാളെ കെട്ടിൽ നിന്ന് കസ്തൂരി ഇങ്ങനെ വാസനിച്ച് അടിക്കുക മദീന പള്ളിയാകെ. പത്തിരി അങ്ങനെ തന്നെ ഉണ്ട്, പകുതി പത്തിരി, പകുതി ഇന്നലെ തിന്നു, പകുതി അങ്ങനെ തന്നെ ഉണ്ട്. യക്കളത്ത് കൊടുത്തതാണ്, മനാമല്ല. മനസ്സിലായില്ലേ? അപ്പൊ ജീവിക്കുന്നില്ലേ? ഇബ്നു ബാത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഒരു രാത്രി ഉറങ്ങി കിടന്നപ്പോൾ അതാഹു നബിയുൽ മുസ്തഫ, ഹബീബായ നബി വന്നു, നമ്മുടെ നബാത്തിയ ഖുത്ബയുടെ കർത്താവ്. അതാണ് ഇബ്നു നബാത്തുൽ മിസ്രി റളിയല്ലാഹു. ഹബീബായ നബി വന്നു. ഹബീബായ നബി വന്നിട്ട് യാ സയ്യിദൽ ഖുത്ബാ, ഖതീബന്മാരുടെ നേതാവേ എന്ന് വിളിച്ചുകൊണ്ടാ പറഞ്ഞു. ഇഫ്തഹ് ഫാക്, വായൊന്ന് തുറക്കർന്നു. ഫഫതഹ ഫാഹു, അപ്പോൾ ഉറക്കത്തിന് എണീപ്പിച്ചു, വായു തുറക്കർന്നു, വായു തുറന്നു. ഫബസഖ ഇലാ ഫമിഹി, വായിലേക്ക് തുപ്പിക്കൊടുത്തു. ഫലമ്മാ കാന അസ്ബാഹ്, പ്രഭാതമായപ്പോൾ ഫാഹ ത്വയ്ബു മിൻ ഫമിഹി, കസ്തൂരി അടിച്ചു വീശി. ഫലം യൗകുൽ, ഒന്നും തിന്നില്ല, പിന്നെ ഒന്നും കഴിച്ചില്ല. ഫലം യശ്റബ്, ഒന്നും കുടിച്ചതുമില്ല. അങ്ങനെ കിടന്നു. പിന്നെ അദ്ദേഹം സുഖമില്ലാതെ, പിന്നെ ഒന്നും തിന്നില്ല, കുടിച്ചില്ല. ഫമാത ബഅദ 18 യൗമൻ, 18 ദിവസം മരിച്ചു. ഫആഖിറു തുആമിഹി വശറാബിഹി റിയഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ അവസാനത്തെ ഭക്ഷണവും വെള്ളവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിലേക്ക് തുപ്പിക്കൊടുത്തത്. അതങ്ങനെ തന്നെ കസ്തൂരി അടിച്ചു വീശും പോലെ അടിച്ചങ്ങനെ വീശും, വായിന്ന് അങ്ങനെ മരിച്ചു. ഇതൊക്കെ സംഭവങ്ങളല്ലേ? അങ്ങനെ എത്ര റസൂലുള്ളാഹിന്റെ ആളായിക്കോ, റസൂലുള്ളാഹിന്റെ ആളായ പിന്നെ ഒന്നും വേണ്ട. ജന്തിന്റെ ആളായാലും കുടുങ്ങും, നിസ്കാരത്തിന്റെ ആളായ കുടുങ്ങും. കാരണം ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കാരത്തിന്റെ ആൾ കുടുങ്ങും. നബിയുടെ ആൾ നിസ്കരിക്കുന്നേ ഉള്ളൂ, നിസ്കാരത്തിന്റെ ആളല്ല. നബിയുടെ ആൾ നിസ്കരിക്കും. ചിലപ്പോൾ ബുദ്ധി മറിഞ്ഞാൽ നിസ്കരിക്കാതെ ഇരിക്കും. ബുദ്ധി മറിയാന്ന് പറഞ്ഞാൽ നമ്മളെ കാഴ്ചയിൽ ബുദ്ധി മറിയാം, നമ്മുടെ കാഴ്ചയിൽ ബുദ്ധി മറിയും, അത്ര തന്നെ. അവർക്ക് ബുദ്ധി മറിഞ്ഞിട്ടുണ്ടാവില്ല, അവരെ സംബന്ധിച്ചിട്ട് നമ്മക്കാണ് ബുദ്ധി മറിഞ്ഞത്.
മനസ്സിലായില്ലേ? ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആളായ രക്ഷപ്പെടും. നിസ്കാരത്തിൻ്റെ ആൾ പരാജയപ്പെടും, നോമ്പിൻ്റെ ആൾ പരാജയപ്പെടും, ഹജ്ജിൻ്റെ ആൾ പരാജയപ്പെടും, എന്തിൻ്റെ ആൾ പരാജയപ്പെടും, നബിയുടെ ആൾ പരാജയപ്പെടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ആൾ ഒരിക്കലും പരാജയപ്പെടില്ല. നബിയുടെ ആൾ ഒരിക്കലും പരാജയപ്പെടില്ല. നബിയുടെ ആൾ പരാജയപ്പെടില്ല. നബി പരാജയപ്പെടാൻ പാടില്ല. നബിക്ക് പ്രശംസയേ ഉള്ളൂ. നിസ്കാരത്തിന് ഖുർആൻ തന്നെ വിമർശിച്ചിട്ടുണ്ട്. നബി മുഹമ്മദാണ്, നബിക്ക് വിമർശനം ഉണ്ടാവില്ല. നബി വിമർശിക്കുന്നവൻ കാഫറാവും. നല്ല ഉഷാറിലിരിക്കണമെങ്കിലേ പറയുള്ളൂ. നല്ല തല കൊടുത്തിരിക്കണം. എൻ്റെ പേര് റഹ്മത്തുള്ള ഖാസിമി, നിങ്ങൾക്ക് എന്നെ അറിയാമോ? എൻ്റെ പേരറിയില്ലേ? ഞാനാണ് റഹ്മത്തുള്ള. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അത് അന്തത്തോടുകൂടി ചിന്തിക്കണം. അന്തത്തോടുകൂടി ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇപ്പം ഞങ്ങളോട് വിവരം പറഞ്ഞു. എന്താ പറഞ്ഞേ? നബി വിമർശിക്കപ്പെട്ടാൽ കാഫറാവും, നബി വിമർശനം കാഫറാവും. നബി വിമർശിക്കപ്പെടുകയില്ല. കാരണം നബി മുഹമ്മദാണ്, പ്രശംസിക്കപ്പെടേണ്ടവനാണ്. ആ ആൾ ഒരിക്കലും വിമർശിക്കപ്പെടില്ല. അതേസമയത്ത് നിസ്കാരത്തെ കൊണ്ടുവന്ന് ഖുർആൻ തന്നെ വിമർശിച്ചു. ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കാരത്തിൻ്റെ ആളാണ്, നബിയുടെ ആളായിക്കോ. അത് നിസ്കരിച്ചു, പക്ഷെ നബിയുടെ ആളായിട്ട് നിസ്കരിച്ചു. നോമ്പ് പറ്റോ, പക്ഷെ നബിയുടെ ആളായിട്ട് നോമ്പ് പറ്റോ. നോമ്പിൻ്റെ ആളാണ്ട. നഫ്സിനെ നിയന്ത്രിച്ചോ. വഹിയ, ആ നഫ്സ് ഫിൽ അഅ്മാലി സായിമ, അമലുകളിൽ മേഞ്ഞു നടക്കുകയാണെങ്കിലും കൂടുതൽ അമലുകളിൽ മേയാൻ നഫ്സിനെ സമ്മതിക്കരുത്. നിസ്കാരം, നോൽമ്പ് അങ്ങനെ നടക്കരുത്. നിയന്ത്രിച്ച മേച്ചിൽ പുറം അതിമധുരതരമാണെങ്കിൽ പോലും ഫലാത്തുസിമി, വല്ലാതെ എന്നും നിന്റെ ഒട്ടകത്തെ മേയാൻ വിടണ്ട. അതിൻ്റെ വയറ് നിറഞ്ഞ പിടിച്ചോണ്ട് പുല്ലല്ലേ തിന്നോട്ടെ എന്ന് പറയരുത്. ആ രാത്രി തന്നെ നിന്റെ ഒട്ടകം ചത്തോ. പുല്ലിനൊരു പരിധി, അതിനപ്പുറം പുല്ലുന്നാൻ പാടില്ല. മേയാൻ പറ്റിയ ഒരാൾ ദിക്ർ മുഹമ്മദാണ്. അതിൽ മേയലല്ലാത്തൊന്നുമില്ല. അതിലെത്ര എത്ര മേഞ്ഞാലും കലിലാവുള്ളൂ. അമലിൽ മേയരുത്, പരിധി വിട്ടിട്ട്. നഫ്സിനെ നിയന്ത്രിച്ചോ. വഹിയ ഫിൽ അഅ്മാലി സായിമ, അത് മേച്ചിൽപ്പുറത്ത് നിന്നിങ്ങനെ അമലുകളിൽ മേഞ്ഞു നടക്കുകയാണെങ്കിൽ പോലും മേച്ചിൽപ്പുറം മധുരതരമാണെങ്കിലും ഫലാത്തുസിമി, അതിന് വിട്ട് മേയാൻ വിടരുത്. രസദായകമായ എന്തൊക്കെ കാര്യങ്ങൾ അവസാനം കൊലപാതകയാകാറുണ്ട്. എത്ര രസമുള്ള സംഗതി അവസാനം അത് മനുഷ്യന്റെ കൊലയാളിയായി മാറും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? വളരെ ചിന്തിക്കണം. അമലിൽ പരിധി വിട്ട് മേയരുത്. അതിൻ്റെ തങ്ങൾ നിസ്കാരം നോമ്പ് നിർത്തണം എന്നല്ല, അങ്ങനെ നമ്മളൊന്നും മേയുന്നവരും അല്ല. മേയുന്നവരും പരിധി വിട്ട് അതിമ കൂടണ്ട. ഈ ആരിൽ കൂടിക്കോ, റസൂലയെ കൂടിക്കോ, അതിന് പരിധിയില്ല. അതെത്ര പണിയെടുത്താലോ കലിലാവുള്ളൂ. അപ്പൊ ഞാൻ നേരം വിളിക്കുന്നവരെ നിസ്കരിക്കുമെന്ന് പറഞ്ഞ ആളെ നബി ആട്ടി. അതേ സമയത്ത് ഞങ്ങൾക്ക് സ്വലാത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കാൽഭാഗം സ്വലാത്തിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൂട്ടിയതാണ് നല്ലതെന്ന്. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ പകുതി ഭാഗങ്ങൾക്ക് സ്വലാത്തിൽ അപ്പായിക്കോട്ടെ സിത്തഫുല്ലക്ക് എൻ്റെ സമയത്തിന്റെ പകുതി ഞാൻ സ്വലാത്തില്ല എന്ന് പറഞ്ഞു കൂട്ടുകയാണെങ്കിൽ അതാണല്ലേ. അപ്പൊ ഞാൻ മുക്കാൽ ഭാഗം അപ്പോഴും നല്ലതാണ്, പക്ഷേ സിത്തഫുല്ലക്ക് കൂട്ടിയതാണല്ലത്. അപ്പൊ പറഞ്ഞു എൻ്റെ സമയം മുഴുവൻ ഞങ്ങൾക്ക് സ്വലാത്തില്ലാണ്. അപ്പോൾ പറഞ്ഞു ഇതന്നെ ഔജബ് ഷഫാഅത്തി, എനിക്ക് വേറെ പണിയില്ല. ഞാൻ നേരെ പുറക്കാൻ നിസ്കരിക്കുന്നവനെ ആട്ടി, ഞാൻ രാവും പകലും നിങ്ങളിൽ വ്യാപൃതനാകണം. ഇതിന് ഔജബ് ഷഫാഅത്തി, അപ്പൊ നിനക്ക് എൻ്റെ ഷഫാഅത്ത് നിർബന്ധമായിരിക്കും എന്ന് പറഞ്ഞു. എന്താ ഇയാളാട്ടാഞ്ഞു? അന്തം ഉണ്ടെങ്കിൽ പറയടാ. എങ്ങായി
അന്തമാണടാ. അത് ബാപ്പായിൽ നിന്ന് ഉമ്മാന്റെ ഗർഭപാത്രത്തേക്ക് വരണം. അന്തം. ബുക്കിന് കിട്ടൂല. എന്ത് ബുക്ക്, എന്ത് കിതാബ്, എവിടുത്തെ കിതാബ്? 125 കൊല്ലത്തിനുള്ളിൽ മനുഷ്യലോകത്ത് ഒരു കിതാബ് പുറത്തിറങ്ങിയിട്ടില്ല. ഒരു കിതാബ് 125 കൊല്ലത്തിനുള്ളിൽ മുസ്ലിം ലോകത്ത് ഇറങ്ങിയിട്ടില്ല. എനിക്ക് കിതാബ് അയച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു ഖത്തറിൽ. മുസ്ലിങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ഹിജാസിൽ നിന്ന്, അറബികളിൽ നിന്ന് എന്നർത്ഥം. അറബികളിൽ നിന്നാണല്ലോ കിതാബുകൾ വന്നത്. അറബികളിൽ 125 കൊല്ലത്തിനുള്ളിൽ ഒരു കിതാബ് പുറത്തു വന്നിട്ടില്ല. എനിക്ക് അറബികളുടെ കിതാബ് അയച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, ഉണ്ട്. അങ്ങനെ ഞാനിതിൽ നോക്കിയിട്ട് കിതാബൊക്കെ നോക്കിയാൽ ഒരു വിവരം ഉണ്ടാവില്ല. അപ്പം അയാളോട് ഞാൻ അവസാനം പറഞ്ഞു, മതി, ഇനി നിങ്ങൾ അയക്കരുത്. ഇനി പഴയ വല്ല ഇമാമിങ്ങളെ കിതാബും കിട്ടണം അയച്ചോളി. പുതിയ അറബികൾ എഴുതിയ ഒരു കിതാബ് എനിക്ക് അയക്കരുത്. ഒരു വിവരമില്ലേ, നമ്മൾ നേരെ മൃത്തത്തിൻ്റെ കളിയാണ്. പിന്നെ സെൽഫിൽ വെക്കാൻ സ്ഥലമില്ല. 125 കൊല്ലത്തിനുള്ളിൽ അറബ് ലോകത്ത് ഒരു കിതാബ് പുറത്തിറങ്ങിയിട്ടില്ല. എന്നാൽ രാവും പകലവർക്ക് പണി കിതാബ് എഴുതിയോടലാണ്. ആ കിതാബിനൊക്കെ ഒറ്റ സാരാംശമേ ഉള്ളൂ, മൊയ്തീൻ ഷേഖൊക്കെ ആക്കണമെന്ന് പറഞ്ഞാൽ ശിർക്കാവും. ഇതാണ് മൊത്തം. അത് പിന്നെ തിരിച്ചും മറിച്ചും പറയുന്ന മാത്രം. മറ്റേ കണ്ണൻ പറഞ്ഞതുപോലെ, എന്തേന്ന് രാവിലെ കണ്ണാന്ന് വെച്ചു, ചായയും പൂളിയിരുന്നു. എന്തേന്ന് 10 മണിക്ക് കളിച്ചു, പൂളിയും ചായയായിരുന്നു. രാവിലെ അവന് ചായയും പൂളിയാണ്, 10 മണിക്ക് അവന് പൂളിയും ചായയാണ്. ഇതന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു മതി. അത്രയും വിഡ്ഢികളായി അറബികൾ അതപ്പതിച്ചു. നിങ്ങളാരും പറയണ്ട, ഞാനാണ് പറയുന്നത്. ഒരു ഇൽമ 125 കൊല്ലത്തിനുള്ളിൽ ഒരു അറബിയുടെ കിതാബിൽ ജീവിച്ച ഒരു അറബിയുടെ കിതാബിൽ ഒരു വിവരമുണ്ട് എന്ന് കാണിച്ചാൽ അന്നട അപ്പാണി റാമത്ത് നിർത്തും. അലിഫ് അവർക്കറിയില്ല. വിവരം എന്നുള്ള സാധനമില്ല. ഒരു വിജ്ഞാനം കേട്ടാൽ നമ്മൾ അന്തം വിട്ടു പോകും. അതേ സമയത്ത് നിങ്ങൾ ഒരു അതിൻ്റെ മുമ്പ് ഇറങ്ങിയ കിതാബുകളിൽ ഒരു പേജ് വായിച്ചാൽ വിവരം ഉണ്ടാവും. ഇതൊക്കെ വിവരം ഉണ്ടാവും, വിവരമില്ല. എന്താ കാരണം? മുഹമ്മദിയത്ത് മറന്നുപോയി. അവിടെ നിന്നാണ് ഉറവ പൊട്ടുക. നിസ്കാരത്തിമ്മ കൂടി, താടിമ്മ കൂടി, താടി പഠിച്ചു. ഇങ്ങോട്ടെന്താ എന്താണ് താടിക്ക് കിതാബ് ചെയ്തണല്ലോ. ഞങ്ങൾ താടി ഓടിക്കാൻ വേണ്ടി പറയല്ല. ഹക്കും ബാത്തിനും തിരിച്ചറിയേണ്ടത് താടി. ഞാൻ തിരിച്ചു വരാം, നിങ്ങൾക്ക് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ഹക്കും ബാത്തിലും ഉണ്ടാക്കിയല്ലേ ഞങ്ങൾ താടി. നീ ബാത്തിലിൽ തന്നെ പോവുക. നിനക്ക് എന്താണ് ഹക്കെന്ന് മനസ്സിലാകാത്ത ഈ വ്യക്തി, നീ അതിലെന്താണെന്ന് അറിയാത്ത നീ, ജീവിതത്തിൽ അതിൽ ഒരാൾക്ക് കൊടുക്കാത്ത നീ, ഹക്കെന്താണെന്ന് മനസ്സിലാക്കാത്ത നീ, കുറെ താടി വെച്ചിട്ട് നിനക്ക് എന്തൊരു കാര്യം? ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും അത് ബാർബർ ഷാപ്പ് കൊണ്ടേ കൊടുത്താൽ ഒരു 100 രൂപ അവൻ്റെ കുട്ടികൾക്ക് അരി വാങ്ങി കൊടുത്ത സഹായമെങ്കിലും ഉണ്ടാവില്ലേ? ഒന്നും വിചാരിക്കരുത്. നിങ്ങളെല്ലാവരും കൂടി എതിരായാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ഒറ്റയാൻ മനുഷ്യനല്ലേ. നിങ്ങളെല്ലാവരും കൂടി ജ്യൂസ് എല്ലാ ജയ്ഷും എനിക്കെതിരായാലും എനിക്ക് അങ്ങനത്തെ ഒരുപാട് കാലം കഴിഞ്ഞു പോയതാ. എല്ലാവരും എതിരാവുന്ന കാലം എനിക്ക് പലവട്ടം കഴിഞ്ഞുകൊണ്ട് എനിക്കിഞ്ഞത് പ്രശ്നമില്ല. തിരിച്ചു വരി. മുഹമ്മദിയത്തിന് നിന്നല്ലാതെ ഉറവുണ്ടാവില്ല. അവിടെയാണ് ഈമാൻ. ഞാൻ പറഞ്ഞ നിങ്ങൾ ചിന്തിച്ചില്ല. മുഹമ്മദിയത്തിനെ ഖുർആൻ ആക്ഷേപിച്ചിട്ടില്ല, നിസ്കാരക്കാരെ ആക്ഷേപിച്ചു. നിസ്കാരക്കാരല്ലേ, നിസ്കാരക്കാർക്ക് നിസ്കാരം കൊണ്ടല്ലേ നരകത്ത് പോകേണ്ടിയെന്ന്. എന്തേ? ആ നിസ്കാരത്തിന് മുമ്പ് അവർക്കുണ്ടാകേണ്ടത് അവർ സ്വീകരിച്ചില്ല. അപ്പൊ അമലുകളിൽ അങ്ങനെ വ്യാപരിച്ച് നടക്കണ്ട, ഇതൊന്നും ഹൈറില്ല. അതേ സമയത്ത് ഒരു മനുഷ്യൻ ആയുസിന്റെ ഓരോ ഘട്ടത്തിലും എന്ന് പുണ്യ റസൂൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ എൻ്റെ പകുതി സമയവും സ്വലാത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ നബി പറയേണ്ട അതൊക്കെ ചേറൂലേ, എനിക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട് എന്നല്ലേ പറയേണ്ടത്. അവിടെയും പറഞ്ഞു കുറച്ചുകൂടി കൂട്ടിയതാണല്ലേ. അമല് ചെയ്യുന്ന ആളുകളെ പിരിച്ചുവിട്ട സംഭവം എത്രയുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ചെന്നപ്പോൾ ഉമ്മുദർദാ റളിയല്ലാഹു അൻഹ നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടില്ല. സഹോദരൻ ഇത് കണ്ടപ്പോൾ വിഷമായി പോയി. അപ്പൊ പറഞ്ഞു, എന്ത് പറ്റി എന്തോ ഒരു കോലക്കെട്ടിലാണ് നടക്കുന്നത്, എന്തെങ്ങൾക്ക് പറ്റിയത്? അപ്പോൾ പറഞ്ഞു, ഫമൻ ലഹു യാ വലദി, ആർക്ക് വേണ്ടാടാ ഞാൻ കുപ്പായിടുന്നത്, ഞാൻ നല്ലൊരു കുപ്പായിടുന്ന ആർക്ക് വേണ്ടിയാണ്?
അഖൂക അബൂദർദ ലാ യസ്രിഫു ഐനഹു മിൻ മൗദിഇ സുജൂദ്. എൻ്റെ കാക്ക അബൂദർദാഇന് സുജൂദിന്റെ സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് നോക്കാൻ നേരമില്ല. ഞാൻ ഇപ്പം നല്ലൊരു കുപ്പായിട്ടിട്ട് എന്താ കാര്യം? അഖൂക അബൂദർദാഇന്റെ സാധാരണ മക്ബറയിൽ കാണാൻ പോകുമ്പോൾ കഴിച്ചില്ല. അബൂദർദാ റളിയല്ലാഹുവിന്റെ മക്ബറ ഞാൻ അലക്സാണ്ട്രിയയിലെ ഒരു സ്ട്രീറ്റിന്റെ നടുവിലാണ്. ആ മക്ബറ കാണുമ്പോൾ എനിക്ക് ശരിയൊരു ഈ സംഭവം ഓർത്തിട്ട് ഞാൻ അബൂദർദാ തങ്ങളുടെ മക്ബറ എത്ര വട്ടം സിയാറത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു 20ന്റെ മേലൊക്കെ എന്തായാലും ഉണ്ടാവും. 20ഒന്നും അല്ല. അലക്സാണ്ട്രിയയിൽ വണ്ടി നിർത്താൻ സ്ഥലമില്ല. പക്ഷെ ഞാൻ അവിടെ ബസ്സുകാർ അവിടെ ഇങ്ങനെ മെല്ലെ പോവുകയ്യ. ഞാൻ ബസ്സിന് അവിടുന്ന് ഇറങ്ങി ഓടിയിട്ട് ഒരു ഫാത്തിഹ സൂറത്തെങ്കിലും ഓതി സലാം പറഞ്ഞിട്ട് തിരിച്ച് ബസ്സിൽ കയറും. പിന്നെ യാസീനും വേറെ ഓതും. അങ്ങനെ ചെയ്യാം. അതായത് സ്ട്രീറ്റ് ഭയങ്കര ട്രാഫിക് ജാമുള്ള സ്ഥലമാണത്. മെല്ലെ മെല്ലെ വണ്ടി പോവുക. അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല. കാരണം സ്ട്രീറ്റിന് നടുവില്ല. ഇപ്പുറത്തും ഹൈവേ ആണ്, ഇപ്പുറത്തും ഹൈവേ ആണ്. ഹൈവേന്റെ നടുവിലാണ്. അത് ഭയങ്കര ഹൈവേ. അതേപോലെ തന്നെ മറ്റേ എന്താ പറയുക, എല്ലാം ഉണ്ട്. ഡ്രാമകൾ ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആണത്. അങ്ങനെ ഞാൻ ആ മക്ബറ കാണുമ്പോഴത്തേന് ശരിയില്ല ഈ സംഭവം. ഉമ്മുദർദായി അഖിനോട് പറയാണ് എന്ത് ഫമൻ ലഹു, ഞാൻ അതസയ്യനു യാ വലതി, ആർക്കടെ കുട്ടിയെ ഞാൻ കുപ്പായം തുണി നല്ലതിടുന്നു. അഖൂക അബൂദർദാ ലാ യസ്രിഫു ഐനഹു അൻ മൗദിഇ സുജൂദി, എൻ്റെ ഇക്കാക്ക അബൂദർദായിന് സുജൂദിന്റെ സ്ഥലത്ത് നിന്ന് കണ്ണ് വേറെ എവിടേക്കെങ്കിലും നോക്കാൻ നേരല്ല. ഞാനൊരു കുപ്പായിട്ടാവുമ്പോൾ നോക്കണ്ടേ? അതിന് മുമ്പ് സുജൂദിന്റെ സ്ഥലത്ത് നിന്ന് കണ്ണെടുക്കാൻ നേരല്ല. ഇങ്ങനെ ഞാൻ കുപ്പായിടണം എന്തിനാ? നാട്ടുകാരെ കണ്ടിട്ട് എന്താ കാര്യം? നേരെ ഈ സഹോദരൻ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി പറഞ്ഞു, ഞാൻ എൻ്റെ ഉഖ്ത് അബൂദർദായിൻ്റെ വീട്ടിൽ ഉമ്മുദർദായിനെ വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മുദർദായേ ഉള്ളൂ, അബൂദർദാ ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചോ, അവർ വസ്ത്രങ്ങളൊക്കെ പിഞ്ഞും പൊട്ടിയും അങ്ങനെ ഒരു കോലത്തിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ ഇങ്ങനെ നല്ലായിരുന്നല്ലോ. അപ്പം എന്നോട് പറഞ്ഞു, ഫമൻ ലഹു, ആർക്കടാ ഞാൻ സീനത്ത് കാണിക്കണത്? അഖൂക അബൂദർദാ ലാ യസ്രിഫു ഐനഹു അൻ മൗദിഇ സുജൂദി, എൻ്റെ ഇക്കാക്ക അബൂദർദാവിന് സുജൂദിന് അപ്പുറത്തേക്ക് നോക്കാൻ നേരമില്ലല്ലോ. അപ്പം റസൂലുള്ളാഹി ദേഷ്യം വന്നു, നബി വിളിക്കോല മുപ്പരപ്പുറം നിസ്കാരത്തിനാ പള്ളിയിൽ പറഞ്ഞു, എനിക്ക് ഭാര്യയുണ്ട്, അവരോട് ഞാൻ കളിക്കാറുണ്ട്, ചിരിക്കാറുണ്ട്, തമാശ ഉണ്ട്, കളിയുണ്ട്, എല്ലാം ഉണ്ട്, നിസ്കാരമുണ്ട്. മൻ റഗിബ അന്നി ഫലൈസ മിന്നി, എന്നെക്കാൾ ചെയ്തവൻ എന്നിൽപ്പെട്ടവനല്ല. വയലിനെടുത്തു ഇന്നലെ സൗജിക അലൈക ഹഖൻ, നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട്. പോന്നു നിന്റെ ആളാണെങ്കിൽ നിസ്കാരം നിർത്തി പോകണം. സ്വലാത്തിലെ പറഞ്ഞില്ല, ഇൻസിത്ത പോവോ ഖൈറുല്ലക്, കൂട്ടിയാതാ നല്ലത്. എന്ത് ഇവിടെയാണ് മർമ്മം കിടക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെയാണ് സംഗതി. അവിടെയാണ് ഫാക്ടറി. അതാണ്. മറ്റേതൊക്കെ ഹോൾസെയിൽ മാർക്കറ്റ് ആണെങ്കിലും അവിടെ നിന്ന് കൊണ്ടുവന്ന് തീർന്നു പറയും. ഫാക്ടറി എന്ന് പറയില്ല. ഈമാന്റെ ഫാക്ടറി മുഹമ്മദിയത്താണ്. അതിൽ മംദൂഹേള്ളു, മദ്മൂമില്ല. നിസ്കാരം പോലും മദ്മൂമത്തായി. ഫവൈലുൽ ലിൽ മുസല്ലി, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്കല്ല. പിന്നെ നിസ്കാരം മദ്മൂമത്താണെങ്കിൽ പിന്നെ വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാനം മുഹമ്മദിയത്താണ്. ഒക്കെ പറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ട് പോകും. അത് ഉമ്മത്ത് മറന്നു. അടുത്ത കാലഘട്ടത്തിൽ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ ആളുണ്ടായി. അത് നല്ല കാര്യമായി ജനങ്ങൾ മനസ്സിലാക്കി. അതേ സമയത്ത് ഒരാൾ നബിയിലേക്ക് ക്ഷണിച്ചാൽ അവനെ പഴഞ്ചനും ഖുറാഫിയുമാക്കും. ഇന്നങ്ങനെയാണ്. ഇന്നൊരാൾ നബിയിലേക്ക് ക്ഷണിച്ചാൽ അവനെ ഖുറാഫിയാക്കും, അവനെ മുബ്തദിയാക്കും, ചിലപ്പോൾ അവനെ മുശ്രിക്കാക്കും. നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചാലോ അങ്ങനെ ഒരു സംഘം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ചെയ്യൽ ശരിയോ തെറ്റോ എന്ന വാക്കിന് അർത്ഥമില്ല. ചില ശരികൾ തെറ്റായിരിക്കുമല്ലോ. ഇപ്പൊ ഭാര്യയെ വിട്ടിട്ട് നിസ്കരിച്ചത് തെറ്റാണെന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞതിന്റെ അർത്ഥം? ചില ശരികൾ തെറ്റായിരിക്കും, ചില തെറ്റുകൾ ശരിയായിരിക്കും. മുഹമ്മദിയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറ, അവിടുന്ന് ഒരു ദറാക്ക് വിടാൻ പാടില്ല. പോയാൽ കഴിഞ്ഞേ. അവിടെയാണ് ഫാക്ടറി, അവിടെയാണ് ഈമാന്റെ ഫാക്ടറി. അല്ലാഹുൽ വാസിലാവൂല, ഫനാവൂല. ഞാൻ അല്ലാഹുൽ ഫനാ ആയി എന്നൊരാൾ പറഞ്ഞാൽ ഫഇന്നഹു കദ്ദാബുൻ, ഓൻ കള്ളനായിരിക്കും. ഒരാളും അല്ലാഹുൽ ഫനാ ആവൂല, മുഹമ്മദിൽ ഫനാവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കെതി വന്നോണ്ണയാ മറ്റേ കച്ചവടം നടക്കാൻ വേണ്ടി പറഞ്ഞ പരിപാടിയാ. അല്ലാഹുൽ ഫനാ ആവുന്നല്ല. അള്ളാഹ് ആരാ നിനക്കറിയോ?
മുഹമ്മദ് മുസ്തഫാനെ പറ്റി അറിയും. حسن الوجه طيب الرائحة أزج الحجبين سهل الخد عظيم الهيبة أزج الحجبين سهل الخدين إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المنطق إذا طلع تقول هذا البدر المنير وإذا مشى يفوح منه المسك والعنبر ما أحسن وجهه وما طيب رائحته فأردت أن أقبل يديه قال تقبل يدي وأنت على غير ديني فقلت من أنت الذي من الله علي بك قال أنا الذي أرسلت رحمة للعالمين أنا سيد الأولين والآخرين أنا محمد خاتم النبيين ورسول رب العالمين. ഇതൊരാൾക്ക് ഇങ്ങനെ تصورك ربنا كده